കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. അന്നൊരിക്കൽ ഏതോ വിശേഷ ദിവസം തറവാട്ടിൽ റിലേറ്റീവ്സ് എല്ലാം ഒന്നിച്ചു കൂടി. എല്ലാവരും കൂടി 10-18 പേരുണ്ട്. അതിൽ തന്നെ 9 പേർ ഞങ്ങൾ കുട്ടികളും. വൈകിട്ട് ഒരു 6 മണിയോടൊടുക്കുന്ന സമയമായിരുന്നു. വിളക്ക് വെക്കൽ കഴിഞ്ഞ് എല്ലാവരും കൂടി അകത്ത് ഹാളിലിരുന്ന് സംസാരിക്കുകയാണ്. കറണ്ട് പോയ സമയം. ബാത്റൂമിൽ പോകാൻ തോന്നി ഞാൻ എഴുന്നേറ്റു. പഴയ വീടായതിനാൽ പുറത്ത് വീടിനോട് വിട്ടുമാറിയാണ് ബാത്റൂം. അടുത്തടുത്തായി ബാത്റൂമും ടോയ്ലറ്റും സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ടോയ്ലറ്റിൽ കയറാൻ നേരം ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ഒച്ച കേട്ടു. ഇറങ്ങിയപ്പോഴും അങ്ങനെ തന്നെ. എല്ലാവരും ഹാളിലിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. പിന്നെ ആരാണ് ബാത്റൂമിനകത്ത്? സംശയത്തോടെ കുറച്ചു നേരം നിന്നു. ഡോറിൽ കൊട്ടി നോക്കിയപ്പോൾ വെള്ളം വീഴുന്ന ഒച്ച നിന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. തള്ളി തുറക്കാൻ നോക്കിയപ്പോൾ അകത്തു നിന്നും ലോക്ക്ഡാണെന്ന് മനസ്സിലായി. അകത്ത് പൈപ്പില്ല. കിണറ്റിൽ നിന്നും ബക്കറ്റിൽ കോരിയാണ് കുളിക്കാൻ വെള്ളമെടുക്കുന്നത്. അല്പസമയം കൂടി സംശയിച്ച് നിന്നപ്പോഴേക്കും വീണ്ടും അകത്തു നിന്നും വെള്ളം കോരിയൊഴിക്കുന്ന ഒച്ച കേട്ടു. സംശയം ഭയത്തിന് വഴിമാറിയതും പിന്നെ അവിടെ നിന്നില്ല. വീട്ടിലേക്ക് ഒരോട്ടമായിരുന്നു. വീട്ടിൽ പാഞ്ഞു കയറിയതും അകത്തിരിക്കുന്നവരിലേക്കാണ് നോട്ടം പോയത്. ഇല്ല, എല്ലാവരും അവിടെ തന്നെയുണ്ട്. സംശയിച്ച് പേടിച്ച് നിൽക്കുമ്പോൾ എന്താണെന്ന് എല്ലാവരും ചോദിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും കറണ്ട് വന്നു. വെള്ളം കുടിക്കാനായി അടുക്കള വരെ പോവാനുള്ള ധൈര്യം കിട്ടിയപ്പോൾ അങ്ങോട്ട് നടന്നു. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ ഏയ് ഒന്നുമില്ല എന്ന് ആശ്വസിച്ചുകൊണ്ട് അറിയാതെ അടുക്കള ജനലിലൂടെ പുറത്തേക്ക് ബാത്റൂമിൻ്റെ വശത്തേക്ക് നോക്കി. ശരിക്കും പേടിയാണ് തോന്നിയത്. അല്പം മുമ്പ് ഞാൻ നിന്ന് നോക്കിയതുപോലെ സംശയിച്ചുകൊണ്ട് എൻ്റെ അനിയത്തി ബാത്റൂമിന് മുന്നിൽ നിന്നുകൊണ്ട് നോക്കുന്നു. പെട്ടെന്ന് അവൾ എൻ്റെ നേർക്ക് നോക്കി. ആരാ ഇതിനകത്ത്? അവൾ കൈയും കലാശവും കാണിച്ച് ചോദിച്ചു. നീ ഇങ്ങോട്ട് പോര്. പെട്ടെന്ന് അത് പറയാനാണ് തോന്നിയത്. വെയിറ്റ്, അവൾ പറഞ്ഞുകൊണ്ട് ഡോറിൽ പിടിച്ച് അകത്തേക്ക് തള്ളി. എടി അകത്തേക്ക് വരാൻ ഞാൻ അലറിക്കൊണ്ട് പറഞ്ഞതും 2 സെക്കൻഡ് കൂടി അങ്ങോട്ട് നോക്കി നിന്ന ശേഷം അവൾ ഭയന്ന് വീട്ടിലേക്ക് ഓടി വരുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ വേഗം ഉമ്മറത്തേക്ക് ഓടി ഹാളിലേക്ക് കയറാൻ തുനിഞ്ഞ അവളെ പിടിച്ച് മാറ്റി നിർത്തി. നീ എന്താ അവിടെ നോക്കി നിന്നത്? അവളുടെ ഭയന്ന മുഖത്തേക്ക് നോക്കി ഞാൻ ചോദിച്ചതും അവൾ കൂടുതൽ വിളറി. ആരോ കുളിക്കുന്ന വെച്ച് ഞാൻ കേട്ടു. അകത്ത് എല്ലാവരും ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. പക്ഷേ ആരാ ബാത്റൂമിൽ നിന്ന് സംശയം തോന്നിയിട്ടാ ഞാൻ തള്ളി നോക്കി. ആ സമയം തന്നെ വെള്ളം വീഴുന്ന ഒച്ച നിന്നു. വാതിൽ കുറച്ച് തുറക്കുകയും ചെയ്തു. ഒരു കറുത്ത നിഴൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഓടി വന്നു. അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിന്നു. കുറച്ച് സമയത്തിന് ശേഷം മൈൻഡ് ഓക്കെ ആയപ്പോൾ അകത്ത് സംസാരിക്കുന്നവരുടെ കൂടെ കൂടി. വെറുതെ അല്പം മുൻപ് നടന്ന കാര്യം അവൾ എടുത്തിട്ടപ്പോൾ ഞാൻ കണ്ടത് ഞാനും പറഞ്ഞു. അവൾ എന്നെ കണ്ണു തുറച്ച് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞതിനെ എല്ലാവരും ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. പക്ഷേ കുട്ടികൾ പറയുന്നത് അങ്ങനെ ചിരിച്ചൊഴിവാക്കേണ്ടതല്ല എന്ന് അച്ചമ്മ പറഞ്ഞതും എല്ലാവരുടെയും ചിരി നിന്നു. അച്ചമ്മയുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഒന്നും കിള്ളിക്കിഴിഞ്ഞ് ചോദിക്കാൻ തോന്നിയില്ല. അന്ന് നടന്നത് എന്താണെന്നോ ആ കുളിമുറിയിൽ ആരായിരുന്നെന്നോ ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഇത് പ്രേതകഥയായി കാണാമെങ്കിൽ കുളിക്കുന്ന പ്രേതമോ എന്നോർത്ത് ചിരിയും തോന്നുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ. നിഗൂഢതകളോട് താല്പര്യമുള്ളത് കൊണ്ടായിരിക്കാം ഭയം ജനിപ്പിക്കുന്ന കഥകൾ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അവിടെ പോയിരിക്കുന്നതും. ഒരുപക്ഷെ അത്തരം ചിന്തകൾ മനസ്സിലുള്ളത് കൊണ്ടാവും നിർവചിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുള്ളതും. എന്തായാലും ഇത്തരം അനുഭവങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. അവധിക്കാലത്ത് ഞാൻ അമ്മായിയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ പിള്ളേർ സെറ്റുണ്ട്. എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരാളും അവളുടെ അനിയത്തിയും അടുത്ത വീട്ടിലുള്ള കുരിപ്പുകളും എല്ലാവരും കൂടി പകൽ മൊത്തം മതിച്ച് നടന്നു. വൈകുന്നേര സമയത്ത് കസിൻ്റെ ഇളയച്ചൻ്റെ കൊച്ചുപിള്ളേരെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് അവരുടെ ഇളയമ്മ വന്നു. കുറച്ചു നേരം അവരുടെ കൂടെ സംസാരിച്ച് നിന്നപ്പോഴാണ് എല്ലാവരും കൂടി മാങ്ങ പെറുക്കാൻ പോകാമെന്ന തീരുമാനമായത്. കേട്ട പാതി കേൾക്കാത്ത പാതി പ്ലാസ്റ്റിക് കവറുകളെടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു. അമ്മായിയുടെ വീട്ടിൽ നിന്നും കുറച്ച് താഴെയായുള്ള പറമ്പാണ് ലക്ഷ്യം. അവിടെയാകട്ടെ
ഇവരുടെ തന്നെ മരിച്ചുപോയ ബന്ധുക്കാരെ അടക്കിയിട്ടുമുണ്ട്. അത് ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും പറമ്പെത്തി. നിലത്ത് വീണ പഴുത്ത മാങ്ങകൾ ഞാനടക്കം പിള്ളേർ സെറ്റ് കവറുകളിൽ നിറയ്ക്കാൻ തുടങ്ങി. ദേ, ആ കുഴിയിലൊരു വലിയ മാങ്ങ കിടക്കുന്നു, ഇറങ്ങി അതുകൂടി എടുത്തോ. പിന്നിൽ നിന്നും ഇളയമ്മ ചൂണ്ടിപ്പറഞ്ഞത് കേട്ട് ഞാൻ മുന്നോട്ട് നോക്കി. ഒരൽപ്പം ഇറക്കമുള്ള കുഴി പോലെയുള്ള സ്ഥലത്ത് വലിയ വലിയ മാങ്ങകൾ കിടക്കുന്നുണ്ട്. ഇളയമ്മ കൈപിടിച്ച് ഇറക്കിയതിനാൽ പെട്ടെന്ന് തന്നെ ഞാൻ അതിലേക്കിറങ്ങി. മാങ്ങ എടുക്കുന്നതിനിടെ വെറുതെ മുന്നോട്ട് നോക്കി. അവിടെ മൺകൂനയാണുള്ളത്. അതിലോട്ട് തന്നെ നോക്കി നിന്നത് എന്തിനായിരുന്നുവെന്ന് സത്യമായും ഇപ്പോഴും എനിക്കറിയില്ല. എൻ്റെ നോട്ടം കണ്ടാവണം. മതി മതി, ഇന്നത്തേക്കുള്ള മാങ്ങയായി, ഇനി പോകാം എന്ന് ഇളയമ്മ വിളിച്ചു പറഞ്ഞ് കൈ പിടിച്ച് മുകളിലോട്ട് കയറ്റി. നിറഞ്ഞ മാങ്ങാ കവറുകളും കൊണ്ട് വീട്ടിലേക്ക് നടക്കവേ എൻ്റെ പ്രായമുള്ള കസിൻ പെണ്ണ് അടുത്തോട്ട് വന്നു. ഞങ്ങളുടെ അച്ചമ്മയില്ലേ, അച്ചമ്മയെ അടക്കിയത് ആ കുഴിയിലായിരുന്നു. ഞാൻ ഞെട്ടിക്കൊണ്ട് അവളെ തുറച്ചു നോക്കി. ഏത് കുഴി? നീ മാങ്ങ എടുക്കാൻ ഇറങ്ങിയില്ലേ, അത് തന്നെ. പിന്നെ മൺകൂന ചുമ്മായാണോ ഉള്ളത്? ഞാൻ കരുതി നിനക്കതറിയാവുന്നതുകൊണ്ട് നീ ധൈര്യമായി ഇറങ്ങിയതാണെന്നാ. ഞാനെങ്ങാനുമായിരിക്കണം ഒറ്റ ഓട്ടം ഓടിയനെ അതിലോട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ. അവൾ ചിരിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. അപ്പോഴെനിക്ക് തോന്നിയ ഭയം. ഓ, ഞാൻ പുറകിൽ കുട്ടികളോട് സംസാരിച്ചു കൊണ്ടുവരുന്ന ഇളയമ്മയെ കണ്ണു ചുരുക്കി നോക്കി. എന്തായാലും അന്നത്തെ രാത്രി ഉറക്കം പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവരുടെ അച്ചമ്മയ്ക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. പുള്ളി ആയിടയ്ക്കെന്തോ ആണ് മരിച്ചത്. ഇവരുടെ ഏതോ പറമ്പിലാണ് അടക്കിയതെന്ന് അന്ന് പറയുന്നതും കേട്ടിരുന്നു. അത് ഈ പറമ്പാണെന്ന് കരുതിയതേയില്ല. ഓരോന്നൊക്കെ ആലോചിച്ച് പതിയെ ഉറക്കം പിടിച്ചു. ഞങ്ങൾ പിള്ളേർ മൂന്നും കൂടിയാണ് ആ കൊച്ചുമുറിയിൽ നിലത്ത് ബെഡ് വിരിച്ച് കിടന്നത്. വാതിൽ അകത്തുനിന്ന് ഞങ്ങൾ പൂട്ടുകയും ചെയ്തു. ഒത്തിരി നേരം കഴിഞ്ഞ് കാണണം. ഉറക്കത്തിലാണെങ്കിലും പകുതി ബോധത്തിലാണ് കിടപ്പ്. നന്നായി ഉറക്കം പിടിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കിടക്കാൻ വേണ്ടി വലത്തേക്കാൽ ബെഡിൽ കുത്തിയ ഞാൻ സ്റ്റക്കായി. ഞെട്ടി കണ്ണു തുറന്നു. കാരണം ഞാൻ ചവിട്ടിയത് ബെഡിലല്ലായിരുന്നു. നിലത്ത് നമ്മുടെ നേരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾ. അയാളുടെ പാദത്തിൽ ചവിട്ടിയാൽ എങ്ങനെയുണ്ടാകും? അതേ ഫീലാണ് എനിക്കുണ്ടായത്. ഭയത്തോടെയാണെങ്കിലും സംശയം തീർക്കാൻ ഒന്നുകൂടി ഞാൻ കാലമർത്തി. അതെ, അത് മറ്റൊരാളുടെ കാലാണ്. പതുപതുപ്പില്ല. വയസ്സായി ഞരമ്പുകൾ തെളിഞ്ഞ ഒരു കാൽ. അതിലാണ് ഞാൻ ചവിട്ടിയിരിക്കുന്നത്. കണ്ണു തുറന്നു നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നു. പതിയെ അടുത്തുള്ള അനിയത്തിയെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒത്തിരി സമയം കഴിഞ്ഞപ്പോൾ കാലുവെച്ച് തപ്പി നോക്കി. ഇല്ല, അവിടെ ആരുമില്ല. ആ ആശ്വാസത്തിൽ എങ്ങനെയൊക്കെയോ മയങ്ങിപ്പോയി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആദ്യം ചെയ്ത കാര്യം അമ്മായിയുടെ ഫോൺ വാങ്ങി അച്ഛനെ വിളിച്ച് വരാൻ പറഞ്ഞതാണ്. കുഞ്ഞേച്ചി കുറച്ച് ദിവസം ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട്? അനിയത്തിയുടെ മുഖത്ത് വിഷമം. ഞാനൊന്നും പറഞ്ഞില്ല. മറ്റവൾ എന്നെ ഒരുമാതിരി നോക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് ധൈര്യം പോരാ. ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അച്ഛൻ വന്നു. ചായ കുടിക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്തു. സത്യം പറ, നീ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടാണോ പോകാൻ നിൽക്കണേ? കസിൻ സിസ്റ്റർ പുറകിൽ വന്ന് ചോദിച്ചു. തലേന്ന് എന്താണുണ്ടായതെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അതൊന്നും എതിർക്കാൻ നിൽക്കാതെ അവളെല്ലാം മൂളിക്കേട്ടു. ശരി, പേടിയുണ്ടെങ്കിൽ നിൽക്കണ്ട. ഞങ്ങൾ കുറച്ച് ദിവസം അങ്ങോട്ടേക്ക് വരാമെങ്കിൽ. ഇതാണവൾ എല്ലാം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞത്. തിരിച്ച് എൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. പിന്നീട് അവളും അവളുടെ അനിയത്തിയുമെല്ലാം എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നു. അന്ന് ഞാൻ നീ പറഞ്ഞ കഥ കേട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് കാരണമുണ്ട്. എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കസിൻ സിസ്റ്റർ പെട്ടെന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മിഴിച്ചു നോക്കി. എന്താ അത്? അച്ചമ്മ മരിച്ചിട്ട് 1-2 മാസമായി കാണും. അനിയത്തി അവൾക്ക് ഒറ്റയ്ക്ക് റൂം വേണമെന്ന് പറഞ്ഞ് അച്ചമ്മ കിടന്ന് മരിച്ച ആ മുറിയിലായി കിടപ്പ്. ഒരു ദിവസം രാവിലെ ഇവൾ ആ മുറിയിലെ അലമാരിയുടെ കണ്ണാടിയിൽ നോക്കി മുടി ചീകുകയായിരുന്നു. പെട്ടെന്ന് കണ്ണാടിയിലൂടെ അവൾ പുറകിലൊരു വെളുത്ത പുക നിൽക്കുന്നത് കണ്ടു. ഡോറിലൂടെ ഒഴുകി വന്ന് കൃത്യം അവളുടെ പിന്നിൽ നിൽക്കുന്ന പോലെയായിരുന്നു അത്. അവൾ ഇത് കണ്ടപാടെ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടി. പിന്നെ അമ്മ അവളെയും കൊണ്ട് അമ്പലത്തിൽ പോകലായി, ചരട് ജപിച്ച് കെട്ടലായി. പിന്നെ അവൾ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞ് ആ റൂമിൽ കാലുകുത്തിയിട്ടില്ല. പറഞ്ഞ് അവൾ അനിയത്തിയെ നോക്കി കളിയാക്കി ചിരിച്ചു. അവളാകട്ടെ നാണക്കേടോ ദേഷ്യമോ കൊണ്ട് ഇവളുടെ മേൽ ചാടി വീണ് ആകെ അടിപിടിയായി. എന്തായാലും
ഈ സംഭവങ്ങളൊക്കെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് നിങ്ങൾക്കും തോന്നുന്നില്ലേ? ഈ സംഭവം നടക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഒരെണ്ണമല്ല, സമാനതകളുള്ളത് കൊണ്ട് 2-3 സംഭവങ്ങൾ ഞാൻ ഇതിൽ ചേർത്ത് പറയാം. അന്നൊരു രാത്രി കൂട്ടുകുടുംബമായിരുന്നു എൻ്റേത്. ബാക്കിയെല്ലാവരും വേറെ വീട് വെച്ച് പോയതിനാൽ ഇപ്പോൾ തറവാട്ട് വീട്ടിൽ ഞാനും അനിയനും അച്ഛനും അമ്മയും അച്ചമ്മയും മാത്രമാണ് താമസം. രാത്രി അത്താഴം കഴിഞ്ഞ് അച്ചമ്മ ഉമ്മറത്ത് പതിവ് ഗുളിക, കുഴമ്പ് ഇത്യാദികളുമായി ഇരിക്കുന്നു. അനിയൻ റൂമിൽ അച്ഛൻ്റെ ഒപ്പം ഉറക്കം പിടിച്ചു. അമ്മയും ഞാനും പതിയെ സംസാരിച്ചുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. ബാക്കി ഞാൻ കഴുകിക്കോളാം, നീ അടുക്കള അടിച്ചു വാരിക്കോ. അമ്മ പറഞ്ഞതും ഞാൻ എണീറ്റ് അടിച്ചു വാരിക്കഴിഞ്ഞ് പൊടികൾ കോരാനായി കുനിഞ്ഞു നിവർന്ന ഞാൻ പുറകിൽ ആരെയോ തട്ടി നിന്നു. സ്വാഭാവികമായും തിരിഞ്ഞു നോക്കുമല്ലോ. ഞെട്ടിപ്പോയി ഞാൻ. പുറകിൽ ആരും തന്നെയില്ല. ശരിക്കും ഒരാളുടെ ദേഹത്ത് തട്ടിയതായി എനിക്ക് അനുഭവപ്പെട്ടതാണ്. കുറച്ചപ്പുറം മാറിയാണ് അടുക്കളവാതിലുള്ളത്. അതിലൂടെ ആരും വരാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ വാതിൽ തുറക്കുമ്പോൾ ഒച്ച വരേണ്ടതാണ്. ഇവിടെ അതുണ്ടായില്ല. എന്ന് മാത്രമല്ല, ഞാൻ തിരിഞ്ഞ ഉടനെ ആരെയും കാണാനും സാധിച്ചില്ലല്ലോ. ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് പിന്നിൽ നിന്ന് മാറാൻ സാധിക്കുമോ? പാത്രങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞ് വന്ന അമ്മ എൻ്റെ അന്തം വിട്ടുള്ള നിൽപ്പ് കണ്ട് കാര്യം തിരക്കി. സ്വാഭാവികമായും എൻ്റെ തോന്നലാണെന്ന് മറ്റെല്ലാ അമ്മമാരെയും പോലെ വിലയിരുത്തിക്കൊണ്ട് അമ്മ പുറത്തേക്ക് ബ്രഷ് ചെയ്യാനിറങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉച്ച സമയത്ത് കുട്ടിയച്ഛൻ്റെ മോൾ, അതായത് എൻ്റെ അനിയത്തി, ചുമ്മാ അപ്പുറത്ത് അവളുടെ വീട്ടിലിരുന്ന് ബോറടിക്കുന്നുവെന്നും പറഞ്ഞ് വന്നു. ഞാൻ ആ സമയത്ത് ഇടനാഴിയിൽ നിന്നും അടുക്കളയിലേക്കുള്ള വാതിലിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. ഇടനാഴി അത്യാവശ്യം നീളത്തിലുള്ളതും ലൈറ്റിട്ടില്ലെങ്കിൽ ഇരുട്ടുള്ളതുമാണ്. എനിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇടനാഴിയിലൂടെ നടന്ന് പകുതിയെത്തിയ അനിയത്തി പെട്ടെന്നാണ് ആരോ പുറകിൽ നിന്നും വിളിച്ച പോലെ തിരിഞ്ഞു നോക്കുന്നത് കണ്ടത്. അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ. അവൾ ഈ തിരിയുന്നതും വിളറിക്കൊണ്ട് സ്പീഡിൽ എൻ്റെ അടുത്തേക്ക് വരുന്നതും കണ്ടു. എന്തേ? മുഖഭാവം കണ്ട് ഞാൻ തിരക്കി. ആരോ എൻ്റെ തോളിൽ പിറകിൽ നിന്നും തോണ്ടി വിളിച്ചു. ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല. അവളെ നോക്കിക്കൊണ്ട് നിന്ന എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ അവൾക്ക് പിന്നിൽ ഞാനും ആരെയും കണ്ടിരുന്നില്ല. എന്ന് മാത്രമല്ല, അവളൊഴിച്ച് മറ്റാരും ആ സമയത്ത് ഇടനാഴിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. മുകളിൽ ഞാൻ പറഞ്ഞ അനുഭവം അവളോട് ഞാൻ ഈ സമയത്താണ് പറയുന്നത്. അത് കേട്ട് ഞെട്ടിക്കൊണ്ട് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ഇതുപോലൊരിക്കൽ ഞാൻ ഇടനാഴിയിലൂടെ നടക്കുകയായിരുന്നു. അടുക്കളയാണ് ലക്ഷ്യം. പട്ടാപ്പകലാണ് സമയം. പഴയ വീടായതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ ഇരുട്ടുള്ളതാണ് ബാക്കി മുറികളും. ചുമ്മാ അതിലേ പോകുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും റൂമിലേക്ക് ഞാൻ നോക്കി. വലിയ അലമാരയാണ് ആ റൂമിലുള്ളത്. അതിൻ്റെ മുകളിൽ കണ്ടു കറുത്ത കീറിപ്പറഞ്ഞ ഡ്രസ്സിട്ടുകൊണ്ട് ഒരു പെണ്ണെന്ന് തോന്നിപ്പിക്കുന്ന രൂപം മുടി മുഖത്തേക്ക് ഇട്ടുകൊണ്ട് കാലുകൾ താഴ്ത്തിയിട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നേ നോക്കിയുള്ളൂ. അയ്യോ എന്നും വിളിച്ചുകൊണ്ട് ഞാൻ ഉമ്പറത്തേക്ക് വന്നപടി ഓടിപ്പോയി. തിരിച്ചു വന്നത് ഹാളിൽ നിന്നും അച്ഛനെയും കൂട്ടിയാണ്. എന്ത് കുന്തമാണ് ഇവിടെ ഉള്ളേ? അച്ഛൻ ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലെ ലൈറ്റിട്ടു. ഞാൻ കണ്ണും തുറച്ചങ്ങനെ നോക്കി നിന്ന് പോയി. ആ അലമാരയ്ക്ക് മുകളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതൊരു പക്ഷേ ഇരുട്ടുള്ള മുറിയായതിനാൽ എനിക്ക് തോന്നിയതാകുമെന്ന് കരുതാം. ഇതെല്ലാം നടന്നത് എൻ്റെ +2 കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഉറ്റ സുഹൃത്തായ ഒരു പെൺകുട്ടി അവളുടെ വീടിൻ്റെ അടുത്തുള്ള റബ്ബർ കാട്ടിൽ ഒരു ദിവസം ഉച്ച സമയത്ത് ഒരു മതിലിൻ്റെ പുറത്തായൊരു പെണ്ണിനെ പോലെ ഇരിക്കുന്ന രൂപത്തെ കണ്ടതായി പറയുന്നത്. എക്സാക്റ്റ് ഞാൻ നേരത്തെ വിവരിച്ച അതേ രൂപം, അതേ ഇരിപ്പ്. അവൾ പറഞ്ഞതും എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അനുഭവമാണ്. ഒറ്റ നിമിഷമേ ഞാൻ അതിനെ കണ്ടുള്ളൂ എങ്കിലും കണ്ട ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞപ്പോൾ അവളും അത് വാപൊളിച്ച് ശരിവെച്ചു. രണ്ടുപേരും കണ്ടത് ഒരേപോലെയുള്ള രൂപം തന്നെ. എനിക്കറിയില്ല ഇത് ഞങ്ങളുടെ തോന്നലായിരുന്നോ അല്ലയോ എന്ന്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അനുഭവമാണ്. ഇക്കഴിഞ്ഞ മാസം ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ തറവാട്ട് വീട്ടിൽ താമസിക്കുകയുണ്ടായി. ആൾ മിക്കവാറും ദിവസങ്ങളിൽ രാത്രി വൈകിയാണ് വീട്ടിൽ വരുന്നത്. കൂട്ടുകാർക്കൊപ്പം ലേറ്റ് നൈറ്റ് സിനിമയോ അല്ലെങ്കിൽ അവർക്കൊപ്പം സൊറ പറഞ്ഞിരിക്കലോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ 12 കഴിയും. ഞങ്ങളുടെ ബാത്റൂം പുറത്താണെന്ന് മുൻ പാർട്ടുകളിലൊന്നിൽ പറഞ്ഞിട്ടുണ്ട്.
അങ്ങോട്ടേക്കുള്ള ലൈറ്റിൻ്റെ സ്വിച്ച് അടുക്കളയിലാണ്. ഞാൻ ലൈറ്റ് ഇട്ട് കൊടുത്ത് അവിടെ തന്നെ ആൾ ബാത്റൂമിൽ പോയി വരുന്നത് വരെ നിൽക്കും. അവിടെ നിന്നാൽ വേണമെങ്കിൽ ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്കുള്ള വ്യൂ കിട്ടും. ആ രാത്രി സമയത്ത് നോക്കി നിൽക്കാൻ പേടിയായതിനാൽ ഡൈനിങ് റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. അന്നും ഞാൻ ലൈറ്റ് ഇട്ട് കൊടുത്ത് ആൾ ബാത്റൂമിൽ നിന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. എനിക്കെന്തോ പേടിയുള്ളതിനാൽ കഴുത്തിലെ കൊന്തയിൽ പിടിച്ചുകൊണ്ടാണ് നിൽപ്പ്. സമയം 11:30 ആയിട്ടേ ഉള്ളൂ. അയൽ വീട്ടുകാരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു. ബാത്റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള വീട് ചെറിയച്ഛൻ്റെ ഫാമിലി പുതിയതായി പണിഞ്ഞതാണ്. ബാത്റൂമിൽ പോയി വന്ന ശേഷം എന്നോട് ആൾ പറഞ്ഞു, എടി പാറുവിൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഞാനെന്തോ കണ്ടു കറുത്തിട്ട്. പാറു ചെറിയച്ഛൻ്റെ മകളാണ്. ഇടയ്ക്കിടെ ഈ പേടിപ്പിക്കലുള്ളതിനാൽ ഞാൻ ഒന്ന് പോയെ പേടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. അമ്മ സത്യം, ഞാൻ കണ്ടു, അവിടെ എന്തോ കണ്ടു. സാധാരണ ഞാൻ മുള്ളാൻ പോകുമ്പോൾ എങ്ങോട്ടേക്ക് നോക്കാതെ ഡയറക്റ്റ് പോയി വരികയാണ് ചെയ്യാറ്. ഇന്ന് ഞാൻ കിണറിൻ്റെ അവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് അവരുടെ വീടിൻ്റെ അങ്ങോട്ട് നോക്കി. സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ഭാഗത്ത് കാലിൽ നീട്ടി ഒരാൾ ഇരിക്കുന്ന പോലെയാണ് കണ്ടത്. കറുത്തിട്ടൊരു പുക പോലെ. സംശയം തോന്നി ഞാൻ അങ്ങോട്ട് തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. ബാത്റൂമിൽ പോയി ഇറങ്ങിയപ്പോൾ പിന്നെ നോക്കാൻ നിന്നില്ല. ആൾ വിവരിച്ചപ്പോൾ ഞാൻ തറഞ്ഞു നിന്ന് പോയി. രാവിലെ ആയപ്പോൾ ഈ കാര്യം പാറുവിൻ്റെ വീട്ടിൽ പറഞ്ഞു. അവരും ആകെ പേടിച്ചു പോയി. അവരുടെ വീട് കുടിയിരിക്കൽ കഴിഞ്ഞ് 1-2 മാസത്തിന് ശേഷം അവളുടെ അമ്മ രാത്രി ഉറങ്ങുമ്പോൾ എന്തോ ശബ്ദം കേട്ട് എണീറ്റെന്നും മുന്നിൽ വലിയ കറുത്ത രൂപം നിൽക്കുന്നത് കണ്ടിട്ട് ഉറക്കപ്പിച്ചിൽ മൂത്തമോൾ ഇരുട്ടത്ത് വന്ന് നിൽക്കുകയാണെന്ന് കരുതി 3-4 വട്ടം അടുത്ത് വന്ന് കിടക്കാൻ വിളിച്ചെന്നും അതിന് അനക്കമൊന്നും കാണാഞ്ഞിട്ട് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി തിരിഞ്ഞു കിടന്നുറങ്ങിയെന്നും പിറ്റേന്ന് മൂത്ത മകളോട് ചോദിച്ചപ്പോൾ അവൾ താൻ റൂമിൽ തന്നെയാണ് കിടന്നത്, ഇടയ്ക്ക് എണീറ്റ് വരികയൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞ കഥ അവരും പങ്കുവെച്ചു. എന്തോ ഉണ്ടെന്ന് കണ്ടിട്ടും തിരിഞ്ഞു കിടന്നുറങ്ങാൻ തോന്നിയ മനസ്സിനെ ഞാൻ അഭിനന്ദിച്ചു. അതിനുശേഷവും ഹസ്ബൻഡ് ലേറ്റ് നൈറ്റിൽ കിണറിൻ്റെ ഭാഗത്തേക്ക് പോവാറുണ്ടെങ്കിലും പിന്നീട് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇതും എൻ്റെ ഹസ്ബൻഡിനുണ്ടായ അനുഭവമാണ്. എന്താണ് നിങ്ങൾക്കൊക്കെ ഇത്രയും പ്രേതാനുഭവമെന്ന് ചോദിക്കരുത്. എല്ലാവർക്കും ഇത്തരത്തിൽ അനുഭവപ്പെടാറില്ലല്ലോ. കഴിഞ്ഞ പാർട്ടിൽ എൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിനുണ്ടായ അനുഭവം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോന്നു. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ആൾ വീട്ടിലുണ്ടാവാറില്ല. കൊല്ലത്തൊരു ഫിറ്റ്നസ് ക്ലബ്ബിൽ ബോക്സിംഗ് പഠിക്കാൻ പോകും. ശനിയാഴ്ച രാവിലെ പോയാൽ അന്ന് നൈറ്റ് അവിടെ ക്ലബ്ബിൽ തന്നെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് നൈറ്റാവും വീട്ടിലെത്താൻ. അങ്ങനെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയും ആൾ കൊല്ലത്തേക്ക് പോയി. പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞെത്തി എന്നോട് തലേന്ന്, അതായത് സാറ്റർഡേ നൈറ്റ് സംഭവിച്ച കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ട് നിന്ന് പോയി. അന്നും ക്ലാസ് കഴിഞ്ഞ് സ്റ്റുഡൻസ് എല്ലാം പോയതിനു ശേഷം ക്ലബിൻ്റെ ഒരു ഭാഗത്തായി കിടന്നുകൊണ്ട് ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആൾ. പെട്ടെന്നാണ് ചിലങ്കയ്ക്ക് സമാനമായ ശബ്ദം കേട്ടു തുടങ്ങിയത്. ആദ്യം അത് ഗൗനിച്ചില്ലെങ്കിലും ക്ലബിനകത്താകെ ആ സൗണ്ട് കേട്ടു തുടങ്ങി. ആദ്യം ഒരു മൂലയിലാണ് കേൾക്കുന്നതെങ്കിൽ അടുത്ത നിമിഷം അടുത്ത മൂലയിൽ, പിന്നെ ഇത് അടുത്തോട്ട് വരുന്നു, വീണ്ടും ദൂരേക്ക് പോകുന്നു. ചുറ്റും മിററുള്ള ക്ലബ്ബാണ്. ഇരിക്കുന്നതിൻ്റെ എതിർവശമുള്ള മിററിൽ ഒരു കറുത്ത രൂപം ഇടയ്ക്കിടെ പാസ് ചെയ്യുന്നതായി കാണുകയും ചെയ്തു. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് കുറച്ചു നേരം ഇതൊക്കെ നോക്കി നിന്ന ശേഷം ആൾ അവിടെ തന്നെ ഉറങ്ങാനൊരുങ്ങി. അടുത്ത നിമിഷം മുതൽ ചിലങ്ക സൗണ്ട് കൂടാനും തുടങ്ങി. ഒട്ടും ഉറക്കം പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ അടുത്ത് വീടുള്ള തൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെക്കുറിച്ച് ഓർമ്മ വരികയും അവനെ വിളിച്ച് വരുത്തിയതിനു ശേഷം രണ്ടാളും കൂടി കുറച്ചു നേരം അവിടെ നിരീക്ഷിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് രണ്ടാളും ശല്യമൊന്നും കൂടാതെ അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് ഉണ്ടായത്. എൻ്റെ വീട്ടിൽ വെച്ച് തുടങ്ങിയതാണല്ലോ നിൻ്റെ കറുത്ത രൂപം വരൽ എന്ന് ഞാൻ ആളെ കളിയാക്കിയെങ്കിലും അന്ന് ഞാൻ നല്ല രീതിക്ക് ഇത് കേട്ട് പേടിച്ചു എന്നതാണ് വാസ്തവം. ഇതെൻ്റെ കൂട്ടുകാർക്കുണ്ടായ അനുഭവമാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ബോക്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അതിൻ്റെ തലേന്ന് അവിടെ ഡെക്കറേറ്റ് ചെയ്യാനായി ഹസ്ബൻഡും ഒപ്പം ഞങ്ങളുടെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച കുറച്ച് ബോയ്സും പോയി. രാത്രി സമയത്താണ് അവർ ബലൂൺ ആർച്ച് ചെയ്യാനായി അങ്ങോട്ടെത്തിയത്.
ഞങ്ങൾ 2 ശരീരവും ഒരാത്മാവുമെന്ന് കളിയാക്കി വിളിക്കുന്ന 2 കൂട്ടുകാരുണ്ട്. അവന്മാരെപ്പോഴും ഒരുമിച്ചേ നടക്കുള്ളൂ. എല്ലാവരും പണി കഴിഞ്ഞ് പുറത്തെ ഹാളിലേക്ക് നടന്നു. അപ്പോഴാണ് അകത്തെ വലിയ ഹാളിൽ ഇവർ 2 പേരും തങ്ങളുടെ ഫോൺ വെച്ചതായി ഓർക്കുന്നത്. അതെടുക്കാനായി 2 ആളും അകത്തേക്ക് നടന്നു. സ്റ്റേജിൻ്റെ മുകളിലാണ് ഫോൺ. അതെടുക്കാൻ നോക്കുന്നതിന് മുൻപ് സ്റ്റേജിലെ ചില ഡെക്കറേഷനിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ 2 ആളും നീങ്ങി. അത് ചെയ്യുമ്പോഴാണ് കൂട്ടത്തിലൊരാളുടെ ഫോൺ അടിക്കുന്നത് കേട്ടത്. അതെടുക്കാൻ അയാൾ പോകുന്നതിനിടെ അവിടെ ഇരുന്ന മറ്റേ ഫോണും അടിക്കാൻ തുടങ്ങി. ഫോണിൻ്റെ അടുത്തോട്ട് നീങ്ങിയ 2 പേരും ഞെട്ടിപ്പോയി. അവരുടെ സ്വന്തം നമ്പറാണ് അതിൽ കാണുന്നത്. നീ എന്തിനാണ് എൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നത്? ഒരാൾ മറ്റേയാളോട് ചോദിച്ചു. ഞാൻ നിൻ്റെ ഒപ്പമല്ലേ നിന്നത്? ഫോൺ ഇവിടെയും, പിന്നെ ഞാൻ എങ്ങനെയാണോ നിന്നെ വിളിക്കുന്നത്? പിന്നെ ഇതെങ്ങനെ? 2 ആളും അന്തം വിട്ട് നിൽക്കുന്നതിനിടെ സ്റ്റേജിലെ ബലൂൺ ആർച്ചിൽ നിന്നും 1-2 ബലൂൺ പൊട്ടി. അയ്യോ എന്ന് അലറിക്കൂവിക്കൊണ്ട് 2 ആളും പുറത്തേക്ക് ഓടി. പുറത്തു നിന്നിരുന്ന മറ്റുള്ളവർ ഇവരുടെ അലർച്ച കേട്ട് അടുത്തോട്ട് ഓടിയെത്തി. കാര്യം പറഞ്ഞതും മറ്റുള്ളവർ ചിരിയോടെ ചിരി. ഡേയ്, അത്ര ചിരിയൊന്നും വേണ്ട. ഇവിടെ രാത്രി സമയങ്ങളിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നതായി ഇവിടെ ജോലിക്ക് നിന്നിരുന്ന തമിഴഞ്ചക്കൻ പറഞ്ഞിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറയുമ്പോൾ ബാക്കിയെല്ലാവരും ചിരി നിർത്തി. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പാർട്ട് ടൈമായിട്ട് ഞാനിവിടെ മാനേജറായി ജോലി ചെയ്തിരുന്ന കാര്യം ഓർമ്മയില്ലേ? ആ സമയങ്ങളിൽ വർക്കുള്ളതിൻ്റെ തലേന്നൊക്കെ ഇവിടെയുള്ള റൂമിലായിരുന്നു ഞാൻ നൈറ്റ് സ്റ്റേ ചെയ്തിരുന്നത്. ഇടയ്ക്കൊക്കെ ഈ പറയുന്ന അപശബ്ദങ്ങൾ കേട്ടിരുന്നതൊഴിച്ചാൽ വേറൊന്നും എനിക്കവിടെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈയിടയ്ക്കായി പലരും ഇങ്ങനെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്തതായി എൻ്റെ സ്റ്റുഡൻറ്റ് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോൾ, പ്രേതക്കോട്ടയിലാണോടെ നീ ഞങ്ങളെ കൊണ്ടുവന്നത് എന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ പേടിച്ച 2 എണ്ണം വീട്ടിലേക്ക് പോകാനൊരുങ്ങി. പക്ഷേ എല്ലാവരും അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ചെയ്താണ് വന്നിരുന്നത് എന്നതിനാലും ഇത്രയും പേരില്ലേ, ഇന്നൊരു ദിവസം നമുക്ക് അഡ്വഞ്ചർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ അന്ന് രാത്രി സ്റ്റേ ചെയ്തു. പിന്നീട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതിനാൽ എല്ലാവരും തലേന്നുണ്ടായ അനുഭവത്തെ കാര്യമാക്കി എടുത്തില്ല. ഇതെൻ്റെ മാമനുണ്ടായ അനുഭവമാണ്. മാമൻ്റെ ടീനേജ് കാലത്ത് റെയിൽ പാളത്തിനപ്പുറമുള്ള വായനശാലയിൽ എന്നും പോകുമായിരുന്നു. വായിക്കുകയും അവിടെ വരുന്ന മുതിർന്നവരുമായി വിവിധ വിഷയങ്ങളിൽ സംവാദത്തിലേർപ്പെടുകയുമായിരുന്നു പ്രധാന ഹോബി. നന്നായി വരയ്ക്കുമായിരുന്നു എന്നതിനാൽ ബാനറുകൾ എഴുതാനും മതിലുകളിൽ പരസ്യചിത്രങ്ങൾ വരയ്ക്കാനുമെല്ലാം ആൾ പോകുമായിരുന്നു. അങ്ങനെയിരിക്കെ വായനശാലയുടെ വാർഷികം വന്നെത്തി. ആഘോഷത്തിൻ്റെ ഭാഗമായി നിരവധി പോസ്റ്ററുകളും മറ്റും മാനുവലായി തയ്യാറാക്കാനായി സ്ഥലത്തെ പ്രധാന പയ്യൻസ് വായനശാലയിൽ ഒത്തുകൂടി. കൂട്ടത്തിൽ മാമനും. രാത്രി ഒരു 2 മണിയോടൊക്കെ നാളെ കാണാമെന്നും പറഞ്ഞ് മാമൻ വീട്ടിലേക്ക് നടന്നു. കുറച്ചധികം നടക്കാനുണ്ട്. റെയിൽ വഴി നടക്കുന്നതാണ് ഉചിതമെന്നതിനാൽ ആ വഴി തന്നെ മാമനും തിരഞ്ഞെടുത്തു. ഈ സമയമായതുകൊണ്ട് തന്നെ വഴിയിലെങ്ങും ഒറ്റ മനുഷ്യജീവിയില്ല. ചെറിയ രീതിയിൽ പേടിയുണ്ടെങ്കിലും നിലാവെളിച്ചമുള്ളതിനാൽ ടോർച്ച് എടുക്കാതെ പോകുന്നതിൽ സ്വയം പഴിച്ചുകൊണ്ട് വേഗം വീട്ടിലേക്കെത്താനാണ് ആൾ നോക്കുന്നത്. പകുതി വഴി എത്തിക്കാണും. റെയിലിൻ്റെ നടുക്കൊരു പെൺരൂപം തിരിഞ്ഞു നിൽക്കുന്നു. നല്ല നീണ്ട മുടിയുമായി നിൽക്കുന്ന അവരെ മാമന് മനസ്സിലായില്ല. ഓർത്തു നോക്കിയപ്പോൾ അടുത്തൊരു വീട്ടിലുള്ള കോച്ചിയമ്മായിക്കാണ് ഇത്രയും മുടിയുള്ളത്. വീട് വരെ നടക്കാൻ ഒരു കോട്ട് കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ട്, കോച്ചിയമ്മായിയെ എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്കെത്തിയ മാമൻ ആ സ്ത്രീരൂപത്തിൻ്റെ മുഖം കണ്ട് ഞെട്ടിപ്പോയി. രക്തം വാർന്ന് വിളറി വെളുത്ത മുഖം കോച്ചിയമ്മായുടേതല്ല എന്ന് മനസ്സിലായതും ഇരുവശത്തുമുള്ള റെയിൽ പാളം തീപിടിക്കുന്നതും കണ്ട് പേടിച്ച് ആർത്തു വിളിച്ചുകൊണ്ട് മാമൻ തിരിഞ്ഞോടി. വീർത്തു കുളിച്ചുകൊണ്ട് തിരികെ വായനശാലയിൽ തന്നെ ഓടിക്കയറി നിലത്ത് വീണ് കിടന്ന മാമനെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ അന്തം വിട്ടു. പിറ്റേന്ന് ബോധം വരുമ്പോൾ ചുറ്റുമുണ്ടായിരുന്ന കൂട്ടുകാരോട് കാര്യം പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. ഇരുമ്പ് പാളത്തിന് തീപിടിച്ചെന്ന് പറഞ്ഞ വട്ടിനെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് അവർ തിരിച്ചു ചോദിച്ചു. കൂടാതെ കോച്ചിയമ്മായി അവരുടെ കുടുംബസമേതം കുറച്ച് ദിവസം മുൻപ് അവരുടെ ബന്ധത്തിലുള്ള ആരുടെ കല്യാണം കൂടാൻ പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്ന് ഒരു കൂട്ടുകാരനും പറഞ്ഞത് കേട്ട് മാമൻ ധരിച്ചിരുന്നു. എന്തായാലും താൻ സ്വപ്നം കണ്ടതല്ലെന്ന് ഉറപ്പ്. പേടിച്ചു തുള്ളി മാമൻ ഒരാഴ്ച പനി പിടിച്ച് കിടന്നു. സത്യമെന്താണോ എന്തോ
തെളിവിനായി റെയിൽവേ പാളത്തിൻ്റെ അതുവരെ പോയ മാമനും കൂട്ടുകാർക്കും സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞു കേട്ട അനുഭവമാണ്. അവളുടേതല്ല, അവളുടെ വല്യച്ഛനുണ്ടായ അനുഭവമാണിത്. വല്യച്ഛൻ്റെ അമ്മായിയുമായി ആൾക്ക് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. കുഞ്ഞിലെ ആളെ വളർത്തിയതെല്ലാം ഈ അമ്മായിയാണ്. അങ്ങനെയിരിക്കെ പഠനത്തിനും ജോലിക്കും മറ്റുമായി പുറത്തൊക്കെ പോയ വല്യച്ഛന് കുറേ കാലം നാട്ടിലേക്ക് വരാൻ പറ്റാതെയായി. ആദ്യമൊക്കെ കത്തുകളിലൂടെ അമ്മായിയുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നെങ്കിലും പിന്നീട് ക്രമേണ അതുമില്ലാതെയായി. പിന്നീടൊരിക്കൽ വല്യച്ഛനറിയുന്നത് അമ്മായി മരിച്ച വിവരമാണ്. ആ സമയത്തും നാട്ടിലെത്താൻ ആൾക്ക് പറ്റിയില്ല. പിന്നീടൊരിക്കൽ നാട്ടിൽ വന്നപ്പോൾ അമ്മായിയുടെ വീട്ടിൽ ഒരു രാത്രി തങ്ങേണ്ടി വന്നു. വീട്ടിൽ വേറെയും ആളുകളുണ്ട്. റൂമുകളുണ്ടായിരുന്നെങ്കിലും കുഞ്ഞായിരുന്നപ്പോൾ അമ്മായിയുടെയും അവരുടെ മക്കളുടെയും ഒപ്പം ഹാളിൽ കിടന്നുറങ്ങിയിരുന്ന ഓർമ്മയിൽ അവിടെ തന്നെ കിടന്നുറങ്ങാൻ വല്യച്ഛൻ തീരുമാനിച്ചു. രാത്രിയിലെപ്പോഴോ ദേഹത്തു നിന്നും നീങ്ങിപ്പോയ പുതപ്പ് ശരിയായി പൊതിയുന്നത് പാതി ഉറക്കത്തിൽ വല്യച്ഛൻ അറിഞ്ഞു. വാതിലിൻ്റെ ഭാഗത്താണ് കിടന്നിരുന്നത് എന്നതിനാൽ വല്യച്ഛൻ്റെ കാൽ നീക്കി മാറ്റാതെ ആർക്കും ആ വഴി പോകാൻ പറ്റില്ല. പെട്ടെന്ന് ആരോ ചവിട്ടി നീക്കിയാലെന്ന പോലെ വല്യച്ഛൻ്റെ കാല് തെറിച്ചു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന വല്യച്ഛന് അവിടെയെങ്കും ഒന്നും കാണാൻ സാധിച്ചില്ല. അല്ല, ആ ഇരുട്ടത്തെന്ത് കാണാനാണ്? തിരിഞ്ഞു കിടന്നുറങ്ങിയ വല്യച്ഛൻ എന്തോ ശബ്ദം കേട്ട് വീണ്ടും കണ്ണു തുറന്ന് നോക്കിയതും സ്തബ്ധനായിപ്പോയി. നേരെ മുന്നിൽ കണ്ടത് മരിച്ചുപോയ അമ്മായിയുടെ മുഖമാണ്. ഞെട്ടി അലറാൻ സാധിക്കാതെ സെക്കൻഡുകൾ കടന്നുപോയി. മുന്നിൽ നിന്നും ആ മുഖം അലിഞ്ഞു പോകുന്നത് അദ്ദേഹം കണ്ടു. വല്ലവിധേനയും ബോധം വീണ്ടെടുത്ത് വല്യച്ഛൻ അലറി വിളിച്ചു. ഉറങ്ങിക്കിടന്നവർ കാര്യമറിയാനായി മുറികളിൽ നിന്നും ഓടി വന്നു. ലൈറ്റ് അടിച്ചപ്പോൾ വിയർത്ത് കുളിച്ച് കിടക്കുന്ന വല്യച്ഛനെയാണ് കണ്ടത്. കാര്യം തിരക്കിയ അവരോട് എങ്ങനെയൊക്കെയോ സംഭവിച്ചത് വല്യച്ഛൻ പറഞ്ഞൊപ്പിച്ചു. വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ആർക്കും കഴിഞ്ഞില്ല. കാര്യമെന്തോ ആയിക്കോട്ടെ, പിന്നീട് ആ രാത്രി അവിടെ താമസിക്കാൻ വല്യച്ഛൻ മെനക്കെട്ടില്ല. ഇപ്പോഴും വല്യച്ഛൻ അവിടെ പോയി കഴിഞ്ഞാൽ രാത്രി അവിടെ താമസിക്കാറില്ലെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ടിൻ്റെ മാമനുണ്ടായ അനുഭവമാണിത്. അവൾ വഴി പറഞ്ഞു കേട്ടതാണ്. മാമൻ 4 വർഷമായി അവരുടെ നാട്ടിലെ തിരക്കേറിയ ഹോസ്പിറ്റലിൽ മോർച്ചറിയുടെ അറ്റൻഡറായി നിൽക്കുന്നു. നൈറ്റ് ഷിഫ്റ്റാണ് ആൾക്ക്. ഇന്നേ വരെ യാതൊരു തരത്തിലുള്ള അസ്വാഭാവിക അനുഭവങ്ങളുമില്ലാത്തതിനാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരല്ല, മരിച്ചവരാണ് എൻ്റെ ഏറ്റവും വിശ്വസനീയരായ സുഹൃത്തുക്കളെന്ന് മാമൻ കളിയാക്കി പറയാറുണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ മോർച്ചറി പരിസരത്ത് ആരും തന്നെ ഉണ്ടാകാറില്ലാത്തതിനാൽ മാമൻ മിക്കപ്പോഴും അവിടെ ഉറക്കം തൂങ്ങിയിരിക്കുകയോ ആ സമയത്ത് വരുന്ന ബോഡികൾ കൊണ്ട് അകത്ത് വയ്ക്കുകയും മറ്റുമാണ് പതിവ്. മിക്കപ്പോഴും നേഴ്സുമാരോ മറ്റോ ജീവനക്കാരോ ആണ് സ്ട്രെച്ചറുകളിൽ ബോഡി കൊണ്ടുവരുന്നത്. അന്നൊരു ദിവസം രാത്രി മാമൻ മോർച്ചറിയുടെ ഫ്രണ്ടിൽ ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ ഒരു യുവാവ് ധൃതി പിടിച്ചോടി വന്നു. ഷർട്ടിലും മറ്റും ചോരത്തുള്ളികൾ പറ്റിപ്പിടിച്ച് അയാൾ, ചേട്ടാ ഒന്ന് സഹായിക്കാമോ, ആ സ്ട്രെച്ചർ ഇങ്ങോട്ടൊന്ന് എത്തിക്കാനാ എന്ന് ഇരുട്ടിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. എന്തു പറ്റി, ആരുമില്ലേ അവിടെ? മാമൻ ഉറക്കം വിട്ടെഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം ചെറുപ്പക്കാരൻ മാമൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ശേഷം മിണ്ടാതെ ആ ഇരുട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ഇതെന്ത് കൂത്ത് എന്ന് മനസ്സിൽ കരുതിയെങ്കിലും മാമൻ അയാൾ പോയ വഴിയെ ഓടി. ബോഡി റിസീവ് ചെയ്യുന്നിടത്ത് സ്ട്രെച്ചറോ ഒന്നും കാണാത്തതിനാൽ സംശയിച്ചുകൊണ്ട് മാമൻ നിൽക്കെ മറ്റൊരു ജീവനക്കാരൻ, എന്തേ പന്തം കണ്ട പെരിച്ചാഴിയെപ്പോലെ എന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നു. മാമൻ നടന്ന കാര്യം പറഞ്ഞതും, ഏയ് അതുവല്ല ഭ്രാന്തന്മാരുമാകുമെന്ന് അയാൾ പറഞ്ഞു. മാമൻ അല്പനേരം കൂടി അയാളോട് സംസാരിച്ച് നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ആംബുലൻസ് സൈറൻ മുഴക്കി വരുന്നത്. ആംബുലൻസിൻ്റെ പുറകിൽ നിന്നും 2 ചെറുപ്പക്കാർ കരഞ്ഞുകൊണ്ട് ഒരു സ്ട്രെച്ചറിൽ ഒരാളെ താങ്ങിക്കൊണ്ടിറങ്ങി. മാമനോട് സംസാരിച്ച് നിന്നയാൾ ഉടനെ തന്നെ അവർക്കൊപ്പം കൂടി. അവർക്കടുത്തേക്ക് പോകാൻ നിന്ന മാമൻ ഞെട്ടിപ്പോയി. ആ സ്ട്രെച്ചറിൽ കിടക്കുന്നത് അല്പം മുമ്പ് തൻ്റെ അടുത്തേക്ക് ദേഹത്ത് രക്തത്തുള്ളികളുമായി ഓടി വന്ന അതേ ആളാണ്. മാമൻ അന്തം വിട്ട് നിന്നുപോയി. സംഭവിച്ചതിനെക്കുറിച്ച് അവിടെയുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് മാമൻ പറഞ്ഞു. അവർ വഴി അറിയാൻ കഴിഞ്ഞത് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യാ ശ്രമത്തിനിടെ കൂട്ടുകാർ കാണുകയും
രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നുമാണ്. കയ്യിലെ ഞരമ്പ് മുറിച്ച അയാളെ കൂട്ടുകാർ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇത്തരമൊരു സംഭവമായതിനാൽ തന്നെ പോലീസും മറ്റും ഉള്ളതിനാൽ മാമൻ അയാളെ കാണാൻ സാധിച്ചില്ല. എന്താണ് ഉണ്ടായതെന്ന് ഇപ്പോഴും വ്യക്തമല്ലെങ്കിലും അന്ന് രാത്രി ഇരുട്ടിലൂടെ ഓടി വന്നത് ആത്മഹത്യക്ക് ശ്രമിച്ച അതേ ചെറുപ്പക്കാരൻ തന്നെയാണെന്ന് മാമൻ തറപ്പിച്ച് പറയുന്നു.